നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗാന്ധിജി സ്റ്റഡി സെന്റർ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. 600ഓളം കുട്ടികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പകർച്ചപ്പനി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊടുപുഴ നഗരസഭയിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്. പുറപ്പുഴ സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെ പങ്കെടുപ്പിച്ച് ഗാന്ധിജി സ്റ്റഡി സെന്റർ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ മൗര്യ റെസിഡൻസിയിൽ മന്ത്രി പി ജെ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 600-ൽ പരം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മെമന്റോയും നൽകി. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. മുൻ MP കെ ഫ്രാൻസിസ് ജോർജ്, പ്രൊഫസർ ഷീല സ്റ്റീഫൻ, പ്രൊഫസർ KA ആന്റണി, A രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, K സലീംകുമാർ, ജോസി ജേക്കബ്, DDE അനില ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആസൂത്രണ കമ്മീഷൻ അംഗം MJ ജേക്കബ് സ്വാഗതം ആശംസിച്ചു. സുമിത്ര S, ലിയ M ജോയ്, നിഖിൽ ലാസർ, ക്രിസ്റ്റി ബെന്നി, അമർജിത് ജോസഫ്. വരും തലമുറയ്ക്ക് പ്രചോദനം നൽകാനും ആവശ്യമാണ്. ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ അംഗീകാരം ഒരു പ്രചോദനമാകും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മുതൽ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ ആദരിക്കുവാൻ ഗാന്ധിജി സ്റ്റഡി സെന്റർ ഒരു തുടക്കം കുറിച്ചത്. ഇപ്പോ ഈ ജില്ലയിൽ നിന്ന് നല്ല വിജയം കൈവരിച്ചവരാണ് നിങ്ങൾ. ഈ +2-ന് 1200 മാർക്ക് വാങ്ങിയ 2 കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഇടുക്കി ജില്ലയിലുണ്ടായിരുന്നത്. ഇത്തവണ 4 കുട്ടികളുണ്ട്. ശ്രീ കുമാരി പാർവതി, മരിയ തങ്കച്ചൻ, സ്റ്റെഫി ജോസ്, അനു അന്ന തോമസ്. ഇവരെ ഇവിടെ നിന്ന് വിളിച്ചു മാനിക്കുകയുണ്ടായി. നമുക്ക് ഈ കുട്ടികളിൽ വലിയ പ്രതീക്ഷയും, ഇവിടെ ഏകദേശം 600-ൽ പരം കുട്ടികളാണ് എത്തിയിരിക്കുന്നത്. ഒരു വലിയ പ്രതീക്ഷയും പഠിച്ച് മിടുക്കരായ നാടിനും വീടിനും കൊള്ളാവുന്നവരായി ഞങ്ങൾ തീരണം. പല രംഗത്തും പ്രശോഭിക്കേണ്ടവരാണ്. ഏതെല്ലാം മേഖലകളിലാണ് പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിയുന്നത് അവിടേക്കെല്ലാം കടം ചെല്ലാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ആ കഴിവുകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ രാജ്യത്തിനും മാനവകുലത്തിനും ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പകർച്ചപ്പനി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊടുപുഴ നഗരസഭയിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ 75% വിജയം തൊടുപുഴ നഗരസഭ കൈവരിച്ചിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പനി സാന്ദ്രത ഏറ്റവും കുറവുള്ള സ്ഥലം തൊടുപുഴ നഗരസഭയാണ്. ബോധവൽക്കരണം, ഫോഗിംഗ് തുടങ്ങിയവ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. 3 JHIമാരെ നിയമിച്ചു കഴിഞ്ഞു. നഴ്സിംഗ് സ്റ്റാഫിന്റെ കുറവ് താലൂക്ക് ആശുപത്രിയിലുണ്ടായാൽ പരിഹരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടപ്പാക്കുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും ചിക്കൻ ഗുനിയയും ഒക്കെ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പനി വരുമ്പോൾ പേടിച്ച് കഴിയുന്നത് നമുക്കറിയാം. അത് നമുക്ക് തൊടുപുഴ നഗരസഭയിൽ 2-3 മാസക്കാലമായി നേരത്തെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് തൊടുപുഴ നഗരസഭയിൽ വളരെ കുറച്ചാണ് ഇപ്പോൾ ഡെങ്കിപ്പനി പിടിപെട്ടിട്ടുള്ളൂ.
അറിയുന്ന ഡെങ്കിപ്പനി പിടിപെട്ട് ആശുപത്രി ശരണം പ്രാപിക്കുന്ന ആളുകൾക്ക്, അവർക്ക് കൗണ്ട് കുറഞ്ഞു പോകുന്ന രോഗികൾക്ക് ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടി തൊടുപുഴയിലെ റെസിഡൻസ് അസോസിയേഷനോടും സന്നദ്ധ സംഘടനകളോടും അതുപോലെ മൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിലും മറ്റേ സാമുദായിക സംഘടനകളും എല്ലാവരോടും നഗരസഭ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ കഴിയുന്നിടത്തോളം ആളുകൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ തൊടുപുഴ നഗരസഭയിലെ അതിന് വളരെ തൽപരരായി ചെറുപ്പക്കാരും മറ്റെല്ലാ ആളുകളും മുമ്പോട്ട് വരികയും ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തു നിന്നും ആറുകരയുടെ ഇന്നലെ ഒരു പ്രസ്താവന കാണുവാൻ കഴിഞ്ഞു. പക്ഷേ ഈ മന്ത്രി ഉൾപ്പെട്ട ഈ തൊടുപുഴ ടൗണിലെ വിവിധ സംഘടനകളെയും റെസിഡൻസ് അസോസിയേഷനെയും കാരിക്കോട് ആശുപത്രി ജീവനക്കാരെയും അതുപോലെ തന്നെ DMOയും ഒക്കെ തൊഴിൽ മുനിസിപ്പൽ കൗൺസിലും ഒക്കെ പങ്കെടുത്ത യോഗം നടത്തിയുണ്ടായി. ആ യോഗത്തിലൊന്നും വരാൻ പോലുള്ള സന്മനസ് പോലും കാണിച്ചിട്ടില്ല. തൊടുപുഴ നഗരസഭ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊക്കെ ക്ഷണിക്കപ്പെട്ടാലും അതിലൊന്നും വന്ന് പങ്കെടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് മറ്റ് പ്രതിപക്ഷ കൗൺസിലർമാരൊക്കെ വന്ന് ഇതിൽ സഹകരിക്കുന്നുമുണ്ട്. അവരുടെ സഹകരണം തൊടുപുഴ നഗരസഭയ്ക്ക് കിട്ടുകയും ചെയ്യും. ഫെഡറൽ ബാങ്ക് തൊടുപുഴയിൽ ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കും അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. സർക്കാർ ക്ഷേമ പദ്ധതികളുടെ സബ്സിഡികൾ ആധാർ നമ്പർ ഉൾപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ട് വഴി നൽകാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ ബാങ്ക് തീരുമാനിച്ചതെന്ന് ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് തോമസ് ആന്റണി CTV ന്യൂസിനോട് പറഞ്ഞു. ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പ്, പെൻഷൻ ആദ്യമായവ, ഗ്യാസ് കണക്ഷൻ, ഇവയ്ക്കൊക്കെയുള്ള എല്ലാ സബ്സിഡികളും ഗവൺമെന്റിന്റെ പുതിയ പോളിസി അനുസരിച്ച് നമുക്ക് അവരുടെ അക്കൗണ്ടുകളിൽ ആധാർ ലിങ്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഫെഡറൽ ബാങ്കിൻ്റെ ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ തൊടുപുഴയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ഇടപാടുകാരുടെ ആധാർ നമ്പറുകൾ ഈ അക്കൗണ്ടുകളിലേക്ക് ലിങ്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആധാർ ലഭിച്ചിട്ട് ബാങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അതിൻ്റെ കോപ്പിയോട് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആധാർ അപ്ലൈ ചെയ്ത് അതിൻ്റെ എൻറോൾമെൻറ്റിൻ്റെ ഫോം കിട്ടിയിട്ടുള്ളവരെയും നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആധാർ കിട്ടി ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇന്ന് അക്കൗണ്ട് 0 ബാലൻസിൽ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറപ്പുഴ സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5:30 നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റനീഷ് മാത്യു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PT തോമസ് MPയുടെ അധ്യക്ഷതയിൽ മന്ത്രി PJ ജോസഫ് പദ്ധതിയുടെ ഉദ്ഘാടനം കുണിഞ്ഞിയിൽ നിർവഹിക്കും. പുറപ്പുഴ മണക്കാട് പഞ്ചായത്തുകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയുടെ അടങ്കൽ തുക 30 കോടി രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായിട്ടും പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 4 സംഭരണികളാണ് പുതിയതായിട്ട് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഒന്ന് നിലവിലുള്ള നെടുമ്പാറ ടാങ്ക്, അതുപോലെ തന്നെ ചുണ്ടേക്കാട് പ്രദേശത്തുള്ള ടാങ്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയതായിട്ട് 2 ജലസംഭരണികൾ കൂടി വരും. അത് കുണിഞ്ഞി, കൊടുകുത്തി പ്രദേശങ്ങളിലായിരിക്കും ഈ ജലസംഭരണി ഉണ്ടാകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറപ്പുഴ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളും ബന്ധിപ്പിച്ചുകൊണ്ട് കുടിവെള്ള സംവിധാനം സംജാതമാക്കുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. DYFI ഇഞ്ചിയാനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഞ്ചിയാനി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബേബി വട്ടക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. ബീന ഇമ്മാനുവൽ, ഹെഡ്മാസ്റ്റർ ബിജു തങ്കപ്പൻ, ദീപു K ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ ദുർബലത്തോടുകൂടി ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് പല സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്നിവിടെ കൂടുമ്പോൾ ഒരു പരസ്പര സഹകരണ മനോഭാവം നമ്മുടെ കേരള സമൂഹത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അക്ഷരം പ്രയത്നിക്കുന്ന ഒരു യുവജന സംഘടനയാണ് DYFI. കേരളത്തിൽ 1980 രൂപീകരിച്ച DYFIക്ക് ശേഷം പിന്നെ കാലയളവിൽ കേരളത്തിൻ്റെ
പല വികസന മുന്നേറ്റങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലും ഇതുപോലെയുള്ള പുതിയ ന്യൂനത പരിഷ്കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോട്ടയായി ഡിവൈഎഫ്ഐ എന്ന് നിലനിർത്തുന്നുണ്ട്. ഡയറ്റ് റെസിഡൻസ് അസോസിയേഷനും ജില്ലാ ഹോമിയോ ആശുപത്രിയും ചേർന്ന് മഴക്കാല രോഗപ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. ഡയറ്റ് ലാബ് യു പി സ്കൂളിൽ മുനിസിപ്പൽ കൗൺസിലർ നജി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ചാണ്ടി ഇ ഡാനിയൽ, ഡോക്ടർ രാജീവ്, ഡോക്ടർ ഡാനിയൽ, അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ജെ വിൽസൺ, സെക്രട്ടറി കെ വി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാ വീടുകളിലും പനിയും മറ്റ് അസുഖങ്ങളുമാണ്. കൂടുതലുമായിട്ട് പനിയാണ്. നമ്മുടെ ഈ വാർഡിൽ തന്നെ 3-4 കേസ് ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുകയും നമ്മുടെ വീട്ടില് മറ്റ് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചട്ടയൊക്കെ കമത്തി വെക്കുകയും അതെല്ലാം നമ്മുടെ സ്വന്തം ഇതിന്റെ രീതിയിൽ ചെയ്യുകയും നമ്മുടെ വീട്ടിൽ കൊതുകുകൾ വളരാൻ സാധിക്കാതെ നമ്മൾ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക. നമ്മുടെ ഈ പനി വരാതെ നല്ല ചെറിയ ടയറൊക്കെ വെള്ളം കെട്ടി കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. അതൊക്കെ കമത്തിയിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക. ഈ ആരോഗ്യ ബോധവൽക്കരണം സൗജന്യ മരുന്ന് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് ക്ലാസ് നയിക്കുവാനായിട്ട് ഡോക്ടർ രാജി മെഡിക്കൽ ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ക്ലാസ് നമുക്ക് എല്ലാം നല്ലതായി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാം ഈ പെരുമ്പിളിച്ചിറ അല്ലസർ ലോ കോളേജിൽ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായി ചെയർമാൻ കെ എം മൂസ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരുക്കിക്കൊണ്ടാണ് അഡ്മിഷൻ നടപടികൾ തുടങ്ങിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ഉണർവ് നൽകി 10 വർഷക്കാലം പിന്നിടുന്ന അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ അല്ലസർ ലോ കോളേജിന് കേരള സർക്കാരിന്റെയും NGOസിന്റെയും ബാർ കൗൺസിലിന്റെയും അംഗീകാരം ലഭിച്ചതോടെ ലോ കോളേജിലേക്ക് ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് വേണ്ടി 5 വർഷത്തെ LLB കോഴ്സാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ബാർ കൗൺസിലിൽ നിന്നും 60 സീറ്റ് വീതമുള്ള 2 ബാച്ചാണ് അനുവദിച്ചത്. എന്നാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും 60 സീറ്റാണ് നമുക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ വർഷം എന്ന നിലയിൽ ഈ വർഷം 60 സീറ്റ് നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലസറിന്റെ തൊടുപുഴയ്ക്കടുത്ത് പെരുമ്പിളിച്ചിറയിലാണ് അല്ലസർ ഗ്രൂപ്പിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ലോ കോളേജ് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പിന്നോക്ക ജില്ലയായ ഇടുക്കി വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചുചാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലസർ ലോ കോളേജിൽ ആധുനിക രീതിയിലുള്ള ലൈബ്രറിയും ക്ലാസ് മുറികളും കോർട്ട് ഹാളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുതിയ കെട്ടിടത്തിലാണ് ലോ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കുക. ഗ്രൂപ്പിന്റെ കീഴിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിവുള്ള നിർധനരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും നൽകി വരുന്നു. നമ്മുടെ ഈ 60 സീറ്റിൽ 50% മാനേജ്മെന്റ് കോട്ടയും 50% മെറിറ്റ് കോട്ടയുമാണ്. സംസ്ഥാന എൻട്രൻസ് കമ്മീഷണറുടെ 50% സീറ്റിൽ നിന്നാണ് മെറിറ്റ് കോട്ട. മലയാള മനോരമയും വനംവകുപ്പും ചേർന്ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. ഭൂമിക്കൊരു കുട എന്ന പദ്ധതി അനുസരിച്ചാണ് തൈ വിതരണം നടത്തിയത്. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അളവ് കുറയ്ക്കാതെ മാർഗം വൃക്ഷങ്ങൾ കൊടുക്കുകയും
ഇത് പുറത്തേക്ക് വിടും. അതുവഴി ആഗോളതാപനം കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ ധാരാളം മരങ്ങൾ നട്ടുവളർത്താൻ കഴിയും. എല്ലാ നാട്ടിലും മരം നടുന്നു. ഗൾഫ് നാടുകളിൽ വണ്ണം കഴിക്കുന്നു. മരം വളരാൻ ഏറ്റവും അനുകൂല പരിസ്ഥിതിയുള്ള സംസ്ഥാനമാണ് കേരളം. വളർത്താം വലിയ കാര്യമാണ്. കുട്ടികൾ താല്പര്യമെടുത്താൽ അത് ചെടി നട്ടാൽ ചെടി സംരക്ഷിക്കണം. നടുന്നതിനേക്കാൾ പ്രധാനമാണ് സംരക്ഷിക്കേണ്ടത്. സംരക്ഷിക്കുന്ന ദുർഗമായ പ്രശ്നമൊന്നുമില്ല. ഈ പരിസ്ഥിതി വാദ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നു. മനം ബോധിക്കുന്നു. ഏവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിജി സ്റ്റഡി സെന്റർ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. 600ഓളം കുട്ടികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പകർച്ചപ്പനി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊടുപുഴ നഗരസഭയിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്. പുറപ്പുഴ സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതി നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച. ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.